അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രി അതാ നമ്മുടെ ബുഷിയുടെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. സിനാൻ. അത് കണ്ടപ്പോൾ അതെ, ഡോക്ടർക്ക് എടുക്കുവാനേ തോന്നിയില്ല. ആരീക്ക? ഇത് ആരുമില്ല. എന്തേക്ക? ഡോക്ടർ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. എന്താ? ആരാ? അത് പറയാം. പുറത്തേക്ക് ഇറങ്ങി. ഹലോ. പിന്നെ അൻഷിഫ്, നാളെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും കേട്ടോ. വൈഫിനോട് പറഞ്ഞേക്ക്. അവളെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അത്യാവശ്യമാണ്. എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും. നാളെ നൈറ്റ് ആയിരിക്കും. പ്രത്യേകം പറഞ്ഞേക്ക്. അല്ല, നാളെ അൻഷിഫിന് എപ്പോഴാണ്? ഡോക്ടർക്ക് എപ്പോഴാണ് നാളെ ഡ്യൂട്ടി? പകലാണോ? അതെ, പകലാണ്. പിന്നെ നാളെ നൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവളോട് പ്രത്യേകം പറഞ്ഞേക്കണം. അവൾക്ക് പകൽ നാളെ ഫ്രീ ആക്കി കൊടുക്കാം. നൈറ്റിൽ വന്നാൽ മതി. എന്നാൽ അത് കേട്ട അൻഷിഫിന് കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. റബ്ബേ, ഒന്നുമല്ല. എനിക്കറിയില്ല, എനിക്ക് കാര്യമായിട്ട് അവൾക്ക് സുഖവും സന്തോഷവും കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ചില കാര്യങ്ങൾക്ക് എനിക്ക് അവളില്ലാതെ സിനാൻ്റെ കൂടെ നൈറ്റ് ഡ്യൂട്ടിക്ക് വിട്. എന്നാൽ തൻ്റെ ഭർത്താവ് അകത്തേക്ക് വരുന്നില്ല. അതാ ബുഷി കട്ടിൽ നിന്ന് എഴുന്നേറ്റു. അവൾ വാതിലിനടുത്തേക്ക് ചെന്നു. ഇക്ക എന്ത് പുറത്തു പോയി നിൽക്കുന്നത്? അയാൾ അതാ അവിടെ ആ ഒരു സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇക്ക, എന്ത് കിടക്കാൻ വരാത്തത്? എന്ത് പറ്റി? മുഖം വല്ലാണ്ടായിരിക്കുന്നല്ലോ. എന്തു പറ്റിയിക്ക? സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനെ അവൾ സമീപിച്ചു. ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ആ കാര്യം ബുഷിയോട് അയാൾ തുറന്നു പറഞ്ഞില്ല. ഇക്ക, എന്ന് പോര്, ഇവിടെ ഒന്ന് കിടക്ക. ഒരുപാട് ലേറ്റായില്ലേ? വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നീ കിടന്നോ. ഇക്ക വേണ്ട, ഇങ്ങ് വന്നേക്ക്. നിങ്ങളില്ലാതെ എനിക്കൊരു പൊറുതേട്. അങ്ങോട്ട് വരെ. ഞാൻ വന്നിട്ടെന്താ? ഈ കഴിവ് കെട്ടവൻ എന്തിനാ നിനക്ക്? ശരിക്കും അയാളുടെ മുഖം ദേഷ്യവും സങ്കടവും കൊണ്ട് നിറഞ്ഞ പോലെയായിരുന്നു. ഇക്ക, എന്തു പറ്റി? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് ഇക്ക, എന്നോട് ദേഷ്യമുണ്ടോ? അയാൾ ഒന്നും മിണ്ടിയില്ല. അതെ, നൈറ്റ് ഡ്യൂട്ടിക്ക് നാളെ അവളെ ഞാൻ പറഞ്ഞേക്കാണ് സിനാൻ്റെ കൂടെ. അവർ ചിരിച്ചു കളിച്ചും അവർ സന്തോഷിച്ചും അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടും. സിനാനെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഞാനൊരു കോന്തനായ ഭർത്താവ്, ഒന്നിനും കഴിവില്ലാത്ത കഴിവ് കെട്ട ഭർത്താവ്. അങ്ങനെയായിപ്പോയി ഞാൻ. ഇക്ക വരിങ്ങൾ, അവിടെ പോയി കിടക്കാം. ബുഷി, നീ പോയി കിടന്നോ. എന്തേക്ക? എന്നോട് എന്തേ ദേഷ്യമുണ്ടോ? പോയി കിടന്നോ എന്നല്ല നിന്നോട് പറഞ്ഞത്. അതെ, അദ്ദേഹം അങ്ങനെ ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ, എന്താ മക്കളെ, നിങ്ങൾ ഉറങ്ങണമൊന്നുമില്ല? സമയം എത്ര നേരം ഇരിക്കണം? നിങ്ങൾ നേരം പോലത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ട മനുഷ്യന്മാരല്ലേ? ഒന്നാണ്ട് കിടന്നുറങ്ങി നോക്കി. എന്താ മോനെ ഇവിടെ വന്നിരിക്കണേ? ഉമ്മ അങ്ങോട്ട് വന്നു. ഉമ്മ, അതിക്ക വരുന്നില്ല. എന്തൊരു ഫോണ് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നാണ്. എന്താ മോനെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പോയി കിടന്നോളില്ലാരും. എന്തിനാ എന്നെ കാക്കണ്? എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ചെയ്തു തരാനൊക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതായിരിക്കും നല്ലത്. എന്നാൽ ശരിക്കും അത് ബുഷിയുടെ നെഞ്ചിലാണ് കൊണ്ടത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്ക, നിങ്ങൾ എന്തേ പറയണത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പോകാം. പോയി കിടന്നോ. ഏതായാലും എല്ലാത്തിനും ആളുകളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും അതാ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ തന്നെയാലും അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നർത്ഥം. കാരണം സിനാന് പറഞ്ഞത്, സിനാൻ്റെ കൂടെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അവളെ വിടുക, അവനങ്ങ് മുതലാക്കും ഓളെ. എനിക്ക് അത്രയങ്ങ് വിശ്വാസം പോരാ അവനെ. പക്ഷേ എങ്ങനെ നീ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ അത് അവൾക്ക് വിഷമമെന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. ഒരുപക്ഷെ അവൾ തിരിച്ചു ചോദിച്ചാലോ? നിങ്ങൾക്ക് തരാൻ പറ്റാത്തത് അദ്ദേഹത്തിന് തരാൻ കഴിഞ്ഞാലോ എന്ന്? വേണ്ട, വെറുതെ എന്തിനാണ് വേണ്ടാത്തതിന് നിൽക്കുന്നത്?
അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ ഉരുകി. ഒന്നുമല്ല, ഇനി എൻ്റെ തോന്നലായിരിക്കുമോ സിനാന്, ഇനി ഓളെ അങ്ങനെ തന്നെ ആയിരിക്കുമോ എല്ലാവരും? എനിക്കറിയണില്ല. അവളെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതൊക്കെ അവന് തന്നെയാണ്. കണ്ടതിന് ശേഷമാണ് അവനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക, എനിക്കറിയുന്നില്ലല്ലോ. ഇക്ക, അവൾ വീണ്ടും വിളിച്ചു കണ്ണീരോടെ. എന്നാൽ അവളുടെ ആ ഒരു കണ്ണീരിൽ അവൻ്റെ മനസ്സലിഞ്ഞു. ബുഷി, ഞാൻ മോളോട് പറഞ്ഞില്ലേ മോള് പോയി കിടന്നോന്ന്, ഇക്ക വരാൻ പൊന്നെ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ വാക്കുകൾ കേട്ടപ്പോൾ ബുഷിയുടെ മനസ്സലിഞ്ഞു. അവൾ പതുക്കെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചു. ഇക്ക വരി, ഇങ്ങൾ ആ റൂമിലില്ലാതെ ഞാൻ എന്തിനാ പിന്നെ അവിടെ കിടക്കുന്നത്? ഇങ്ങളുണ്ടായാൽ തന്നെ ഒരു സമാധാനമല്ലേ, ഇങ്ങളുണ്ടായ സന്തോഷമാണ് എനിക്ക്, നിങ്ങളുടെ ഒരു സാന്നിധ്യം മതിക്ക. അവൾ കരഞ്ഞു പോയി. എന്നാൽ അദ്ദേഹം എഴുന്നേറ്റു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാക്കിന് മുമ്പിൽ ഒരു നിമിഷം ബുഷിയെക്കുറിച്ച് അയാൾ വിചാരിച്ചു. പാവം, ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടു അവളോട്. എന്തൊക്കെ തന്നെയായാലും ഓളെ സ്വാതന്ത്ര്യം നമ്മൾ കെടുത്താൻ പാടില്ലല്ലോ. അതെ, ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു സംശയരോഗം എന്നുള്ള രീതിയിലല്ല സിനാനെ എനിക്കങ്ങിട്ട് എൻ്റെ പെണ്ണിനെ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഒരു തോന്നലാണ്. എന്നാൽ അതാ അവരുടെ മണിയറയിലേക്ക് വന്നു. സിനാൻ്റെ കാര്യം പറയണമെന്ന് തോന്നി. എന്നാൽ അപ്പോൾ അതാ അൻഷിഫ് പറഞ്ഞു. മോളെ ബുഷി, എന്തിക്ക, എൻ്റെ കുട്ടീനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഇക്കയോട് പറയണം കേട്ടോ. ഉപദ്രവിക്കേ? എന്തൊക്കെ ഇക്കി പറയുന്നത്? അല്ല, ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചാലോ? ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എനിക്കത് വല്ലാത്തൊരു ടെൻഷനായിരിക്കും. എന്തൊക്കെ നിങ്ങളീ പറയുന്നത്? എന്നെ ആരെങ്കിലും ഉപദ്രവിക്കേ? ഞാനത് ചെറിയ കുട്ടിയാണോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? അതല്ല, ഉപദ്രവിച്ചു കഴിഞ്ഞാലേ ഇക്കയൊക്കെ സഹിക്കൂല പൊന്നെ, അതാ ഞാൻ പറയണത്. ഇക്ക, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്കൊരു ഭയം തോന്നാണ് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങി. ഇക്കൊക്കെ വെള്ളം വേണോ? ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ. ഇക്ക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇക്ക, ഇനി ഉറങ്ങിക്കോളൂ. ഇനി എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ. ഇക്ക, ഉറങ്ങിക്കോളി കേട്ടോ. തൻ്റെ പ്രിയപ്പെട്ട ബുഷിയുടെ വാക്കുകൾ കേട്ട അദ്ദേഹത്തിന് മനസ്സിൽ വിഷമമുണ്ട്, ടെൻഷനും എല്ലാം കൂടെ ആയി. ബുഷി അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ നമ്മുടെ അൻഷിഫ് ഡോക്ടർക്ക് ഉറക്കം വന്നില്ല. അദ്ദേഹം ആ ഒരു സീറോ ബൾബിൻ്റെ വെളിച്ചത്തിൽ അവളെ നോക്കി. റബ്ബേ, എത്ര സുന്ദരി പെണ്ണ്, എന്തൊരു സുന്ദരമായ മുഖം, ചുണ്ടുകൾ, കണ്ണുകൾ. പക്ഷേ എന്താ ചെയ്യാം, ഈ പെണ്ണിൻ്റെ ജീവിതം ഞാനായിട്ടാണ് നശിപ്പിക്കുന്നത്. മറ്റാരെങ്കിലും കൊത്തിക്കൊണ്ടു പോകും മുമ്പ് അവളെ സുരക്ഷിതമായ. എന്നാൽ അദ്ദേഹത്തിന് അത് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. ബുഷി, മോൾ എന്നെ വിട്ടു പോവോ? എനിക്ക് സഹിക്കില്ലടി. അവളുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം ഒരുപാട് കരഞ്ഞു. ആ രാത്രി അദ്ദേഹം കണ്ണീരോടെയാണ് ഉറങ്ങിയത്. എന്നാൽ അതാ സുബഹിൻ്റെ സമയമായപ്പോൾ ബുഷി, ഇക്ക, ബുഷി, ഇക്ക, എന്താ ഇന്ന് സുബഹിൻ്റെ മുമ്പ് എന്നും ഉണ്ടെന്ന് ഉണർന്ന് നിസ്കരിക്കുന്ന ആളാണല്ലോ, ഇതെന്തു പറ്റി? ബുഷി, ഞാൻ അറിയാതെ. ഇന്നലെ ഇക്ക് എപ്പോഴാണ് ഉറങ്ങിയത്? ഒരുപാട് ലേറ്റ് ആയോ? കുറച്ച്. എന്താ ഇന്നലെ ഉറങ്ങാതിരുന്നത്? ഒന്നുമില്ല ബുഷി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്തിക്ക? നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം അപ്പോഴും പറഞ്ഞില്ല. അവൾ പെട്ടെന്ന് ഫ്രഷായി വുളൂഹ് ചെയ്ത് നമസ്കരിച്ച് നേരെ കിച്ചണിലേക്ക് പോകുവാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. എന്നാൽ പെട്ടെന്ന് അതാ ഡോക്ടർ കിച്ചണിലേക്ക് വന്നു. ബുഷി, ഇക്ക, ഇന്ന് നിനക്ക് ഡ്യൂട്ടി ഇല്ല. ഇല്ലേ? അതെന്താ? ഡോക്ടർ നാളെ അർജൻറ്റ് കേസാണെന്നൊക്കെ പറഞ്ഞതാണല്ലോ. ഇന്ന് ഡ്യൂട്ടിക്ക് ബുഷി പോവണ്ടേ? എന്ന് വെച്ചാൽ
ഡ്യൂട്ടി ഇല്ലേ? ഇല്ല. ഓ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ സിനാൻ സാറിന്. വേണ്ട. അതെന്താ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് ഇക്ക? വേണ്ടെന്ന് പറഞ്ഞ് നിനക്ക് കേട്ടൂല്ലേ? ഏ ഇക്ക, നിങ്ങളെന്താ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ഇന്ന് ഡ്യൂട്ടി ഇല്ല. ഇന്ന് നീ എൻ്റെ ബുഷിൽ പോകുന്നില്ല. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. എന്താടാ? എന്താ അവിടെ? നിങ്ങൾ തല്ലുംപിടി ഉണ്ടാക്കുന്നുണ്ടോ? എന്താ അവിടെ? അല്ല, ഇന്ന് ബുഷിക്ക് ഡ്യൂട്ടി ഇല്ലെന്ന് പറയായിരുന്നു. എന്നാൽ ബുഷിക്ക് അത് അത്ര അങ്ങ് വിശ്വാസം വന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, അറിഞ്ഞിട്ടുമില്ല, സാറ് വിളിച്ചിട്ടുമില്ല. പിന്നെ ഇക്കയാണ് പറയുന്നത്. ഇക്ക, സിനാൻ സാറിന് നാളെ ഇക്കേനെ ഒന്ന് വിളിച്ചു നോക്കി. എന്നോട് വിളിച്ച് പറഞ്ഞാണ് ഇന്ന് ഡ്യൂട്ടി ഇല്ലാന്ന്. എന്താ പറഞ്ഞ കേൾക്കൂലേ? ഇക്ക, പെട്ടെന്ന് തന്നെ അയാൾ ആ ഫോൺ കൊണ്ടുവന്ന് അതാ കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ, ഇന്നലെ രാത്രി വിളിച്ചതായിരുന്നത്. ഓ, അങ്ങനെ അല്ലേ? ഓക്കെ ഓക്കെ. ഒരു നിമിഷം അവൾ ചിന്തിച്ചു, ഇനി എങ്ങനെ എന്നെ ഡ്യൂട്ടിയിൽ നിന്നെങ്ങാനും പറഞ്ഞയച്ചോ? എന്നെ അതിൽ നിന്നെങ്ങാനും എനിക്കറിയുന്നില്ല. അവൾ അടുക്കളപ്പണികൾ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ബുഷിക്ക് അത് ഒരു കോൾ വരുന്നത്. നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. അവൾ റൂമിലേക്ക് ഓടി. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇക്ക. മോളെ, പിന്നുണ്ടല്ലോ, ഇക്കാക്ക് പോകാനുള്ള കുറച്ച് തിരക്കിലൊക്കെയാണ്. അതായത് അത്യാവശ്യം കുറച്ച് കുഴപ്പമുണ്ട്. നിനക്ക് ഇനിയിപ്പോൾ വീട്ടിൽ 2 ദിവസം വന്ന് നിൽക്കാൻ, നമുക്ക് ഒരുമിച്ചൊന്ന് ജീവിക്കാൻ പോകുന്നതിന് മുമ്പ് ഇക്ക ഡ്യൂട്ടിയൊക്കെ ആണ്. എന്നാൽ ലീവ് എടുക്കണോ? പിന്നെ ലീവ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് പറയാൻ. എന്ത് ഇക്ക? അതെ, ഒരു സൽക്കാരമുണ്ട്. സൽക്കാരോ? എന്ത് സൽക്കാരം? അത് നമ്മുടെ ഷാമിലിൻ്റെ വീട്ടിലേക്ക് ഒരു സൽക്കാരം, നിങ്ങളെ സൽക്കരിക്കണമെന്ന് പറയുന്നുണ്ട്. പഠിച്ചോനെ, ആണോ? ഓ, എപ്പോഴാന്നാവല്ലേ? എപ്പോഴാന്ന് വെച്ചാൽ അവന് നിൻ്റെ ലീവിനനുസരിച്ച് ഞാൻ പറഞ്ഞു ഡ്യൂട്ടിയിൽ കയറിയിരിക്കണമെന്നൊക്കെ. എന്നാൽ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിട്ടോ. ഓൻ പറഞ്ഞു, എന്തിനാ അപ്പത്തനൊക്കെ ഡ്യൂട്ടിയിലൊക്കെ കയറ്റിപ്പോൾ ഒരു ഒഴിവുണ്ടാവോ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ തന്നെയായാലും, അല്ല, എന്നാണ് ലീവ്? സൽക്കാരത്തിന് പോവാനേ വിളിച്ചതല്ലേ ഓനിപ്പോൾ. കാരണം ഞാനും ഓനും അങ്ങനെ കഴിഞ്ഞതായിരുന്നു. ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും എന്നാ നീ ദിവസം പറ. അളിയൻ്റെ അടുത്ത് നിന്ന് ഫോൺ കൊടുക്കുമോ? എന്നാൽ അളിയൻ അതാ അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണ്. അളിയന് തോന്നി അത് വിളിച്ചത് സിനാൻ ആയിരിക്കും. സിനാൻ തന്നെയാണ്, സിനാൻ ഡോക്ടർ തന്നെയാണ് വിളിച്ചത്, വേറെ ആരുമല്ല. ഞാൻ മറച്ചു വെച്ചതെല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞു. അതെ, അവൾക്ക് എന്നോട് ദേഷ്യം തുടങ്ങിക്കാണും ഇനി. എന്നാൽ ഇക്ക എന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്നും പോയിരുന്നു. ഉമ്മ, ഇക്ക എവിടെ? ഓനിവിടെ ഉണ്ടായിരുന്നല്ലേ, എവിടേക്കപ്പോൾ പോയി? ഇക്ക. അവൾ പുറത്തേക്ക് ഫോണുമായി. എവിടെയടേ നിന്റെ പുതിയാപ്ല? അത് ഇക്ക ഇവിടെ ഉണ്ടായിരുന്നു, ഇനി തോട്ടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയോ? ആവോ. ഓ, അത് ശരി. എന്നാൽ പിന്നെ പറഞ്ഞേക്ക് കേട്ടോ. എന്നാലും ലീവിനനുസരിച്ച് ചെയ്യാലോ, അവൻ വിളിക്കുന്നുണ്ടേ. ഓക്കെ ഓക്കെ, ഞാൻ പറയാട്ടോ. അവൾ അടുക്കളപ്പണിയിൽ മുഴുകി. എന്നാൽ ഇക്ക എവിടെ? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ എവിടെ ഇവന് പോയി കിടക്കുന്നത്? അൻഷിഫേ, എടാ അൻഷിഫേ, ഉമ്മ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവൻ തിരികെ എത്തി. എന്തോ ഉമ്മ? അല്ല, അവൾ തന്നെ എൻ്റെ ഫോണും കൊണ്ട് എൻ്റെ പിന്നാലെ നടന്നിരുന്നു. എവിടെയാണ്, എവിടേക്കാ ഈ പോയിരുന്നത്? ഇക്ക. അവൾ ഓടിയെത്തി. ഇക്കയോടൊരു കാര്യം പറയാണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഇക്ക, എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ല പറഞ്ഞത്. ശരിക്കും അയാൾ ദേഷ്യപ്പെട്ടു. അവളുടെ മുഖം വല്ലാതെയായി. അതെ, ഇന്നലെ തുടങ്ങിയതാണ് ദേഷ്യപ്പെടൽ, ഇന്നും അങ്ങനെ തന്നെ. എന്നാൽ അയാൾ പെട്ടെന്ന് ഫ്രഷായി ഡ്രസ്സ് മാറ്റി ചായയും കടിയുമെല്ലാം അവൾ എടുത്തു വെച്ചു. ഇക്ക, ചായ കുടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ ഈ കുട്ടിക്ക് ഇത്ര ദേഷ്യമെന്നാവോ പഠിച്ചോനെ? എന്നാൽ ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, ഇനിയിപ്പോൾ ഷാമിലിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞോ?
അതുകൊണ്ട് അവിടേക്ക് പോകണ്ട എന്നുള്ള നിലക്കാണോ എന്നോട് ഇത്ര ദേഷ്യപ്പെട്ടത്? അല്ല മോളെ, അനക്കിന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലേ? ഇല്ല, ഇന്നില്ല എന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ, അത് ശരി. എന്താ നിങ്ങൾ തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടല്ലോ? എന്തേ? ഞാൻ പറഞ്ഞില്ലേ രണ്ടാളും സഹകരിച്ച് ജീവിക്കണമെന്ന്. എൻ്റെ കാലം കഴിഞ്ഞ പിന്നെ ഓനക്ക് ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓനെ പെണ്ണെന്നെ കെട്ടിച്ചത്. ആ, കുറേയൊക്കെ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളൂ. നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, ജീവിച്ചാൽ മതി. അതേ എനിക്ക് പറയാനുള്ളൂ. ഉമ്മ, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല. അവൾ അതും പറഞ്ഞ് നേരെ അതാ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ പോയി പൊട്ടിക്കരഞ്ഞു. ഇന്നലെ മുതൽ ഇക്കാക്ക് എന്നോട് ദേഷ്യമാണ്. എന്താ അറിയില്ല. ഇന്ന് ഡ്യൂട്ടി ഇല്ല എന്നും പറഞ്ഞു. അറിയുന്നില്ല ഇനിയിപ്പോൾ എന്താവോ. ഇക്ക ചായ കുടിക്കാതെ പോവുകയും ചെയ്തു. അവൾ ഫോണെടുത്ത് നേരെ അൻഷിഫിനെ വിളിച്ചു. ഉഫ്, അവൾ വിളിക്കണം. അവൻ ഫോൺ എടുത്തില്ല. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. വേണ്ട. എന്നാൽ അവൾ അപ്പോൾ തന്നെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ഇക്ക, ചായ കുടിക്കണേ. നിങ്ങൾ ചായ കുടിക്കാത്ത ഡ്യൂട്ടിക്ക് കയറരുതേ. കാരണം ഉച്ചയ്ക്ക് വരെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ഒഴിവില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയി കഴിഞ്ഞാലേ ഒരുപാട് ഡ്യൂട്ടി ചെയ്ത് തളർന്നു പോകും. ഒരു വെള്ളം കുടിക്കാൻ പോലും ചിലപ്പം സമയം കിട്ടാറില്ല. ഇക്ക, ഫുഡ് കഴിക്കണേ. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കഴിച്ചില്ലല്ലോ. ഇനി ഹോട്ടലിൽ നിന്നെങ്കിലും ഫുഡ് കഴിക്കണേ. അവളുടെ ദയനീയമായ മെസ്സേജ്. അയാൾ ഫോണേ എടുത്തില്ല. നേരെ അതാ ഹോസ്പിറ്റലിലേക്ക്. അതെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊന്നും അല്ലായിരുന്നു. വിളിച്ചത് സിനാനാണ്. സിനാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാൻ പറഞ്ഞതാണ് എന്നതായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം. അതായിരുന്നു മനസ്സിൽ വിചാരിച്ചത്. അതുതന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സമാധാനമില്ലായിരുന്നു. ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു. രാവിലെ വെറും വെള്ളമാണ് കുടിച്ചത്. ഒന്നും തോന്നിയില്ല. അതെ, അവൻ കൊണ്ടുപോകും എൻ്റെ പെണ്ണിനെ, അതെനിക്ക് ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൻ്റെ ഒരു നൈറ്റ് ഡ്യൂട്ടി. സിനാനെ കുറിച്ച് എന്തൊക്കെയോ വിചാരിച്ചു. ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു. സാർ എന്തെന്ന് മൂഡ് ഓഫ് ആണല്ലോ? കൂടെയുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞപ്പോൾ ഒന്നുമില്ല. എപ്പോഴും മനുഷ്യന്മാർ ഹാപ്പി ആണെന്നില്ലല്ലോ. എന്നാലും സാർ എന്ത് പറ്റി? അല്ല, ഇന്നിപ്പോൾ അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ അല്ലേ? ആ, സിനാൻ സാർ പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും എന്നുള്ളത്. എന്നാൽ അത് കേട്ടപ്പോൾ അയാളുടെ മനസ്സാകെ എന്ത് ചെയ്യണം ആകപ്പാടെ വിറച്ചു. എന്തെന്നറിയില്ല. എനിക്കൊരിക്കലും സംശയരോഗമാണോ? അതോ എനിക്കും ഉണ്ടാവോ സംശയരോഗം? ശരിക്കും അന്ന് ഡോക്ടർക്ക് വല്ലാത്തൊരു ടെൻഷൻ, തലവേദന, ഹെഡേക്ക്, മൊത്തത്തിലാകപ്പാടെ പ്രഷർ കുറയുകയോ കൂടുകയോ എന്തെന്നറിയുന്നില്ല. ബുഷിയെക്കുറിച്ച് ആലോചിച്ചു. സിനാനെക്കുറിച്ച് ആലോചിച്ചു. ഇല്ല, അവർ തമ്മിൽ പാടില്ലാത്ത എന്തൊക്കെ നടക്കുന്നു എന്ന് അയാൾ വിചാരിക്കുകയാണ്. എന്നെക്കൊണ്ട് കഴിയാത്തതൊക്കെ സിനാന് കഴിയും. സിനാൻ ഒരു പക്ഷേ അവളെ... അദ്ദേഹത്തിന് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഡ്യൂട്ടിക്കിടയിലും അദ്ദേഹം അല്പം സ്ട്രോങ് ആയിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു. സാറിനത് എന്തു പറ്റി? എല്ലാവരും ചോദിച്ചു. മനുഷ്യനല്ലേ, എപ്പോഴൊരു പോലെ ആവണമെന്നില്ലല്ലോ. എന്നാൽ സിനാൻ വിളിച്ചതായിരിക്കും. അവളൊരു പക്ഷേ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമായിരിക്കും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അയാളുടെ മനസ്സ് നിറയെ. അതെ, സിനാൻ ഇന്ന് കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ ഇന്ന് രാത്രിയായിരിക്കും അവനും വരിക. ഒരു പക്ഷേ... വേണ്ട, ഒന്നും ചിന്തിക്കണ്ട, വെറുതെ എന്തിനാ. എന്നാൽ ഈ സമയം നമ്മുടെ ബുഷി ആകെ ടെൻഷനിലായിരുന്നു. അതെ, ഷാമിൽ വിളിച്ചിട്ട് എങ്ങനെ പോവാതിരിക്കും? ഇക്കയോട് പറയാൻ നോക്കിയിട്ട് പോലും കേട്ടില്ല. ഒന്നും കേൾക്കേണ്ടെന്ന് പറഞ്ഞു പോയി. ഇനിയൊരു പക്ഷേ ഞാനും ഷാമിലും ഉണ്ടായിരുന്ന ഒരു ബന്ധം അതറിഞ്ഞിരിക്കുമോ? അറിഞ്ഞിട്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ? റബ്ബേ, പാവമാണ് ഷാമിൽ. അവനൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ എന്നിട്ട് പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല ജീവിതം ഉണ്ടാട്ടെന്ന് പറഞ്ഞ് ഒരിക്കലും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. പാവാണ്. അവൻ്റെ ആ വാക്കുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത്. ഇപ്പോഴും ഷാമിൽ ആ സ്നേഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ നമ്മളതൊന്നും മനസ്സിൽ വെക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഷാമിൽ, എനിക്ക് നിന്നോടെല്ലാം ഒന്ന് തുറന്ന് പറയണമെന്ന് തോന്നുകയാണ്. ഷാമിൽ, എനിക്ക് എൻ്റെ വാക്കുകൾ നീ ഒന്ന് കേൾക്കുമോ? അവൾ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അവളുടെ ഭർത്താവിനെ വഞ്ചിച്ചില്ല. വേണ്ട, അതൊരു വഞ്ചനയായി തീരും. എൻ്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എനിക്ക് ലഭിക്കും.
പടച്ച റബ്ബിനെ മാത്രം ഭയന്ന് ജീവിക്കുക. റബ്ബേ, തെറ്റായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല റബ്ബേ. അതെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ബുഷി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാ, എൻ്റെ ഹസ്ബൻഡിന് എന്നോട് ദേഷ്യം ഉണ്ടാവരുതേ, യാതൊരു സംശയവും ഉണ്ടാവരുതേ അല്ലാ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.